പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ റോഡ് പണി ആരംഭിക്കുകയാണ്. റോഡ് പണിയുടെ അവിടേക്ക് തുടങ്ങാണ്. റോഡ് പണി എടുക്കാൻ വേണ്ടിട്ട് നമ്മള് ക്യാമറ ഓൺ ആക്കുമ്പോഴേക്കാണ് അവിടെ നിന്ന് വണ്ടി വരുന്നതാണ്. അപ്പൊ ചേട്ടന് ജന്മസിദ്ധമായ ആ വെപ്രാളം ഇങ്ങനെ ഇങ്ങോട്ട് വന്നു. ലോറി വരുന്നോ? കൂളായിട്ടാണ് നമ്മുടെ ലോറികൾ വരുന്നേട്ടാ. വാ വാ. ലോറിയിലേ മെറ്റൽ കൊണ്ടുവന്നതാ. മെറ്റല കട്ടയാ? കട്ടയായിരിക്കില്ലേ? അവിടേക്ക് പാടെ അവര് തിരിച്ചോളാം. രാവിലെ തൊട്ട് അവര് പണി തുടങ്ങിട്ടാ. നേരത്തിലാരംഭിച്ചു. ഇതിന്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഈ കട്ടകളിൽ ഇതിങ്ങനെ അവര് അടക്കടക്കായിട്ട് വെക്കുന്നുണ്ട്. നല്ല ഭംഗിയില് നമ്മള് എന്നിട്ട് പോലെ പറയാ ഇങ്ങനെ പണിക്ക് വേണ്ടി എടുക്കാനുള്ള എളുപ്പത്തിനാവും 4 ഘട്ട വീതമുള്ളത് അടക്കി വെച്ചു. വാട്ടർ ലെവൽ നോക്കിട്ട് അവര് ഇതാണ് വിരിച്ചോണ്ടിരിക്കണത്. ആദ്യം ഇനി ഇതിന്റെ മുകളിൽ പാക്ക് ചെയ്യും. അറ്റത്തറ്റത്ത് സിമെന്റ് വെച്ച് പോയിന്റ് ചെയ്തിട്ടാണ് തോണ്ട് പരിപാടി. അപ്പൊ തള്ളി പോവാണ്ടിരിക്കാൻ ഇവിടെ അങ്ങട് ലാസ്റ്റ് ആവും ചെയ്യാം. അത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി കൂളായിട്ട് ഇങ്ങോട്ട് വരില്ലോ. അപ്പൊ അങ്ങനെ ചെയ്യാനാ. എന്നിട്ടാവും അവിടെ ചെയ്യാം. ഇപ്പൊ ഇവിടെ നിന്നാണ് തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. വണ്ടി ഇപ്പൊ കൂളായിട്ട് അവിടെ തിരിക്കുന്നുണ്ട്. താഴ്ന്നില്ല കണ്ട നമ്മുടെ കല്ലിഞ്ചൻ റോഡ് റോളർ ഇട്ട കാരണം. നമ്മുടെ കൃഷിത്തോട്ടം നമ്മളിവിടെ പണിയെടുക്കുമ്പോ ഇവിടെ അങ്ങനെ കാട് പിടിച്ചിട്ട് ഇപ്പോഴും നിക്കണ്ടാവും അല്ലേ? ഇപ്പൊ അത് മാറി തെളിഞ്ഞു. കൃഷിത്തോട്ടം തെളിഞ്ഞു. പിന്നെ ഞാൻ അന്ന് പറഞ്ഞില്ലേ വെണ്ടക്കായ. അയ്യോ അത് ഇനിയിപ്പോ കാണിക്കില്ല. അല്ല അത് ഇതിൽ കാണിക്കില്ല. റോഡ് പണിയും വെണ്ടക്കായും തമ്മിൽ കൂട്ടി കുഴക്കണ്ട. അതെ. അപ്പൊ അങ്ങനെ ഒരു മാറ്റം. ഓണത്തിന് മുന്നേ പണി കഴിയുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇത്രയും ദൂരത്ത് കഴിയണ്ടേ. ഓണത്തിന് മുന്നേ കഴിയില്ല. നമ്മള് തിരക്ക് കൂട്ടണ്ട. തിരക്ക് കൂട്ടി കൊളാവണ്ട. അവര് വൃത്തിയിലല്ലേ ചെയ്തു പോക്കോട്ടെ. അത് നിൽക്കുന്ന സത്യന്റെ ചേട്ടനാ. അവർ രണ്ടുപേരും നല്ല മോശമായില്ലേ. ഓരോ ഉയരം ഒരേ പെട്ട വില ഒരു പെട്ട പോലും ഒരുപോലെ അല്ലേ? ഒരേപോലെ രണ്ടുപേരും. വിരിക്കൽ തുടങ്ങിട്ടാ. നല്ല വെയിലാ. ഇങ്ങനെയാണ് ഇവര് വിരിക്കുന്നതിൻ്റെ കേട്ടാ. ഇതിനിടയിൽ ലോറി വരുന്നുണ്ട് മെറ്റലും കൊണ്ട്. ഫസ്റ്റ് ദിവസത്തെ പണി നിർത്താറാകുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ റോഡ്. ഇതിവിടെ നിന്ന് തുടങ്ങുന്നു കേട്ടാ. ഇവിടെ നിന്ന് തുടങ്ങി മാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മാറ്റാ. വിരിക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് ചേട്ടൻ പറയണ വാക്കത്. എന്താ മാറ്റം, ഭയങ്കര മാറ്റം. ചേട്ടൻ പറയണ പോലെ തന്നെ ഭയങ്കര മാറ്റം. പിന്നെ ഇവിടെ നമ്മൾ ഈ ഭാഗത്ത് കടലാസ് റോസ വെക്കാനും കണ്ടോ. ഇവിടെ ഇങ്ങനെ നല്ല വെയിൽ കിട്ടണം തുറന്ന സ്ഥലം. അപ്പോൾ ഇവിടെ കടലാസ് റോസകൾ വെള്ളയും പിങ്കും മാറ്റി ഇവിടം വരെ. അതുപോലെ ഈ ഭാഗത്ത് വെക്കാം. അവിടെ നിന്ന് അറ്റം വരെ, റോഡിൻ്റെ അറ്റം വരെ, ആ സൈഡിൽ മതിലൊരു ഭാഗത്ത് പിങ്ക് ചെത്തി, ചെറിയ ചെത്തിയില്ല ഇവിടെ പിന്നിൽ നിൽക്കണത്. അതും എന്നും പൂവുണ്ടല്ലോ, അതും വെക്കാം എന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ഇട്ടു. ഈ സമയം വരെ അവിടെ ചെറുകേട്ടനും സജീവനും ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ റോഡ് പണിയുടെ പുരോഗതി വിലയിരുത്താൻ വേണ്ടിയിട്ട് എപ്പോഴും അവർ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞു. സജീവൻ പിന്നെ പുതിയ ഐഡിയകളുടെയും ഡിസൈനുകളുടെയും അങ്ങനത്തെ എൻ്റെ ഉസ്താദാണല്ലോ. പിന്നെ എന്ത് കാര്യങ്ങളുടെയും പോരായ്മകളൊക്കെ സജീവൻ പറഞ്ഞു തരും.
പിന്നെ അവിടെ ഇതിനേക്കാൾ നന്നാവതാണ്, അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്ന ആളാ സജീവൻ. അതുകൊണ്ട് ചേട്ടൻ സജീവനോട് വേഗം തന്നെ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ചെടി വെക്കാൻ പോവാന്നൊക്കെ. ഓ നിങ്ങൾക്ക് ഈ 32 സെന്റ് സ്ഥലത്ത് ചെടി വെച്ചിട്ട് പോരാ, നിങ്ങൾക്ക് ഇനി റോട്ടിലും കൂടി വെക്കണല്ലേ. അത് മര്യാദയ്ക്ക് നോക്കും കൂടിയില്ല. അത് അവിടെ കിടക്കും, പുല്ലും കാടും പിടിച്ച് നാശമായി പോവുള്ളൂ. എന്നിട്ട് പിന്നെ നമുക്ക് ഇത്ര ഭാഗം ഒരടി വിടുക, അതായത് റോഡിന്റെ 2 സൈഡും ഒരടി വീതം വിട്ടിട്ട് അതിൽ ചെടി വെക്കാന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അപ്പൊ ആ ഒരു അടിഭാഗം പിന്നീട് അത് വേണ്ട എന്ന് തോന്നി നമുക്ക്. അവിടെ വീണ്ടും ഈ സാധനം ഇടണമെങ്കിൽ ചില്ലറ പണിയല്ല. അപ്പോൾ നിങ്ങൾ അത് അവിടെ മുട്ടിച്ചിട്ടോ മര്യാദയ്ക്ക്, അതാ നല്ലതെന്ന് പറഞ്ഞു. അപ്പൊ ചെറിയേട്ടനും പറഞ്ഞു ആ മര്യാദ അത് ഇട്ടോ, അതല്ല അതാകുമ്പോൾ റോഡ് മര്യാദയ്ക്ക് വൃത്തിയിൽ കിടക്കും, പിന്നെ അവിടെ നിന്ന് പിന്നെ മണ്ണ് തെറിച്ച് ഇങ്ങോട്ട് മണ്ണൊന്നും വരില്ല. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അല്ലേ ചേട്ടാ അഭിപ്രായം ഞങ്ങൾ മാറ്റി, അവർക്ക് അനുകൂലമാക്കി മാറ്റി. അപ്പൊ സജീവനും ചെറിയേട്ടനും പറയുമ്പോ അത് അവരൊന്നും കാണാണ്ട് അവര് പറയില്ല. അപ്പൊ അത് കാരണം ഞങ്ങൾ വിചാരിച്ചു ശരി അപ്പൊ ഈ സൈഡ് ആ സൈഡ് അറ്റം വരെ നമുക്ക് ചാറ്റ് GPT ഒക്കെ ഉണ്ടാക്കി തന്നു. റോഡ് ചെടി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും, അത് കണ്ടു കഴിഞ്ഞാൽ കൊതിയാവും. ആ റോഡ് കണ്ടു കഴിഞ്ഞാൽ 2 സൈഡ് ചെടി വെച്ചിട്ട്. അപ്പൊ ഈ സൈഡ് മൊത്തം തണല, വലിയേട്ടന്റെ പറമ്പിലത്തെ മരങ്ങൾ കാരണം കൊണ്ട് അവിടെ ഇങ്ങനെ തണലല്ലേ. അപ്പൊ അവിടെ മുഴുവൻ മറ്റേ ഇൻഡോർ പ്ലാന്റ്സ് പോലത്തെ ഇലച്ചെടിയില്ലേ, അത് ഈ അറ്റം തൊട്ട് അറ്റം വരെ ഹൈറ്റ് വരാണ്ടുള്ള ഇലച്ചെടിയും. ഇപ്പുറം നല്ല വെയില എപ്പോഴും, അവിടെ മറ്റേ പിങ്ക് ചെത്തി അടുത്തടുത്തടുത്തടുത്തായിട്ടേ. അങ്ങനെയൊക്കെ ഞങ്ങൾ വിചാരിച്ചു. അപ്പൊ ഞങ്ങൾ മനസ്സിൽ കണ്ടപ്പോൾ നല്ല ഭംഗി. പക്ഷേ സാങ്കേതികമായ തകരാറുകൾ എന്ന് പറഞ്ഞാൽ അതെന്നും നനയ്ക്കണം, വേനൽക്കാലമാകുമ്പോൾ നനയ്ക്കണം, അതിൻ്റെ ഇടയിലൊക്കെ പുല്ല് പിടിക്കും നിറച്ച്, അതൊക്കെ വലിക്കണം. ഇതൊക്കെ ആര് ചെയ്യും? നമുക്കിപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഈ പറമ്പും മെയിൻറ്റെയിൻ ചെയ്യണം, ആ കൃഷിസ്ഥലവും വീടും എല്ലാം കൂടിയിട്ടുള്ള ഇതിന് തന്നെ നമുക്ക് സമയം കിട്ടണില്ല. അപ്പോൾ ആ പരിപാടി വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഇന്നത്തെ റോഡ് പണി ഇവർ ഇത്രയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. നാളെ 1-ാം ദിവസം ആയപ്പോഴേക്കും ഇത്രയും വർഷത്തെ ചേട്ടൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കണതാണ് ഇത്. അതാണ് ചേട്ടൻ റോട്ടിൽ നിന്ന് കയറുന്നില്ല. ഇന്നത് കാരണം നമ്മൾ ഒരൊറ്റ വീഡിയോ എടുത്തിട്ടില്ല. കാലത്ത് ഇന്ന് 2 വേറെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്തതാ. പക്ഷെ ചേട്ടൻ്റെ അവിടെ തന്നെയാ. ഇടയ്ക്കിടയ്ക്ക് ആളകത്ത് കാണാണ്ടാവുമ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചെറിയേട്ടനും സജീവനും വരുന്നുണ്ട് കേട്ടാ. അവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട്. പൈനാപ്പിൾ പോലൊരു പെണ്ണ്. ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ്. കാരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സാധനമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, പൈനാപ്പിൾ പുളിശ്ശേരി. സിഐഡിമാർ തമ്മിലുള്ള ബുദ്ധിപരമായ തർക്കങ്ങൾ ഉണ്ടാവില്ല. മാസത്തിൽ 40 രൂപയെ ചേട്ടന്റെ ശമ്പളം എന്ന് വലിയതള്ള പറഞ്ഞു. നമുക്ക് മായില്ലാണ്ട് കിട്ടുന്ന സാധനമാണ് കടച്ചക്ക, മഞ്ഞൾപ്പൊടി, വേപ്പില, ആളെ ചവിട്ടി നിൽക്കുമ്പോഴേക്കും സാധനം കരിയും. ഇത് ഞാനാണ് ടേസ്റ്റ് ചെയ്യാനായിട്ട് മുന്നിൽ വന്നേക്കണേ. ചൂടറിയാ നല്ല രസമുണ്ട് കേട്ടാ. പൈനാപ്പിൾ പോലൊരു പെണ്ണ്, പാൽ പായസം പോലത്തെ പെണ്ണ്, പഞ്ചാരച്ചിരി കൊണ്ട് പഞ്ചായത്താകെ പലിശയ്ക്ക് വാങ്ങിയ പെണ്ണ്, പൈനാപ്പിൾ പോലൊരു പെണ്ണ്. അച്ഛൻ ചെറുപ്പത്തില് പാടുന്ന പാട്ടത്. അതെ, പണ്ട് കാലത്തൊരു പാട്ടാണത്. കേട്ടിട്ടുണ്ടോ നീ? കേട്ടിട്ടുണ്ട്, ചേട്ടൻ പാടുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ പാടുന്നത് കേട്ടിട്ടുണ്ടാവുള്ള, വേറെ ആരും പാടുന്നത് സിനിമത്തെ പാട്ടാ എനിക്കറിയില്ലേ. നമ്മള് എന്നെ കുറിച്ചിട്ടാ പാടണേന്നു. ഞാനിങ്ങനെ നന്നായി ചിരിച്ചു തരായിരുന്നു. നമ്മള് പൈനാപ്പിൾ. ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ്. കാരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സാധനമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, പൈനാപ്പിൾ പുളിശ്ശേരി. 2 വട്ടം 3 വട്ടമൊക്കെ ഇവിടെ ചോറിനുമ്പോ സദ്യക്ക് പൈനാപ്പിൾ പുളിശ്ശേരി വാങ്ങിക്കും. എന്താ അല്ലത് പറയുന്നത് എന്നിട്ടൊന്ന് മനസ്സിലാവൂ ആൾക്കാർക്ക് ചേട്ടൻ എന്തൊരു ഉദ്ദേശിച്ചെന്ന്. ഈ കൂട്ടാൻ ഇന്ന് ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ തുടങ്ങുന്നതിന് മുന്നേ. പറയട്ടെ? പറഞ്ഞോ. ഇന്ന് ചേട്ടൻ എന്തിട്ട് പറഞ്ഞാലും ഞാൻ അതിനെ എതിർക്കാനും വരില്ല, തിരുത്താനും വരില്ല എന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ ഫസ്റ്റ് തന്നെ ഒരു തിരുത്താനുള്ളൊരു ശ്രമം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അതിൽ ഞാൻ നിരുപാധികം ഖേദം പ്രകടിപ്പിക്കുന്നു. വീഡിയോയിലേക്ക് കിടക്കാം. അല്ല ചേട്ടൻ എന്തൊക്കെ വിഡിത്തങ്ങൾ പറഞ്ഞാലും തെറ്റി പറഞ്ഞാലും ഞാൻ തിരുത്താനോ അതിനെ വാദിക്കാനോ പുതിയതായിട്ട് വല്ല കണ്ടുപിടുത്തണ്ടോന്ന് വിചാരിച്ചു. നീ പറഞ്ഞോ, നിന്റെ നാവ് ചൊറിഞ്ഞു വരുമ്പോ പറഞ്ഞോ. എന്റെ ആ ചൊറിച്ചിലിന് ഞാൻ കടിഞ്ഞാണിടും, ഒന്നും പറയില്ല, ഒന്നും പറയില്ല. ഞാൻ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വില കിട്ടും പറയില്ലേ? അല്ല, ഒരാൾക്ക് എന്റെ ഇഷ്ടത്തിനാ ഞാൻ പറയാണ്ടിരിക്കണേ. എന്റെ ഇഷ്ടത്തിനാ ഞാൻ തീരുമാനം എടുത്തത്, ഞാൻ സ്വയം തീരുമാനം എടുത്തതാണ്. അല്ലാണ്ട്
ഇതിന്റെ പിന്നിൽ വേറെ ഗൂഢശക്തികളൊന്നുമില്ല. ഒരാൾക്ക് പറയാനുള്ള കാര്യങ്ങള് അയാൾക്ക് പറഞ്ഞൂടെ? പറയാം. അതിനിപ്പോ നമ്മുടെ സമ്മർദ്ദ ഫലമായി അല്ലെങ്കിൽ നാട്ടുകാരുടെ സമ്മർദ്ദ ഫലമായിട്ട് എനിക്ക് പറയാനുള്ളത് പറയാൻ പറ്റില്ലല്ലോ എന്നുള്ള എന്തിനൊക്കെ ആയിരിക്കുന്നത് നീ? ചേട്ടൻ എന്തിട്ട് പറയണേ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഞാൻ പറഞ്ഞത് എന്തിട്ടാന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട്. നീ പറഞ്ഞത് മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി. ആ കാര്യം പറഞ്ഞിട്ട് ഇപ്പൊ തല്ലൂട്ടം തുടങ്ങി. ഞാൻ ഒന്നും വേണ്ടെന്ന് വെച്ചിട്ടാ വലിയ പൈനാപ്പിളാ വാങ്ങിച്ചോണ്ട്. അല്ല താങ്ക് യു. നമ്മുടെ വീട്ടിലുണ്ടായിട്ടില്ല. കടക്കി ചെത്ത് പ്രാണികള് ചേട്ടാ, പ്രാണികൾ അതിൻ്റെ ഉള്ളിൽ ഉള്ളതൊന്നുമല്ല. അതിൻ്റെ ഉള്ളിലുള്ള പ്രാണികളെന്ന് ഞാൻ തൊലി ഇത് ചെത്തി തരാം മുകളിലത്തെ. അത് വേണം ചെത്തിക്കാം. എന്നിട്ട് നിനക്ക് തരാം. എന്നിട്ട് അത് കഴുകണം. ശരി. അതെ പറഞ്ഞാലും ചേട്ടൻ ഞാൻ പറഞ്ഞ അല്ല ചേട്ടൻ പറയണ ഞാൻ അനുസരിക്കും. അങ്ങനെ അനുസരിക്കുന്ന വേണ്ട എന്താ കാര്യം? ഞാൻ പറഞ്ഞത് എന്തിനനുസരിക്കും? നീ പറഞ്ഞത് ഞാൻ അനുസരിക്കില്ലേ? എതിർത്ത് പറയില്ല. തല്ലൂടാൻ വരില്ല. നമ്മളാരെ തല്ലുകൂടുന്നത്? അല്ല കൊറേ പേരെ കമന്റ് ഇടും പാവല്ലേ സരിതേ, വിട്ട് കളയി, എന്തേലും പറഞ്ഞാൽ ഇങ്ങനെ അത് കയറി പിടിക്കണ്ടാണ്. നമ്മൾ തല്ലുകൂടൊന്നുമില്ല. അത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ CID-മാർ തമ്മിലുള്ള ബുദ്ധിപരമായ തർക്കങ്ങൾ ഉണ്ടാവില്ലോ. ഏത് കുടുംബത്തിലായാലും ഉണ്ടാവില്ലോ. നമ്മുടെ അതേ ചിന്താഗതിയോട് തന്നെ മറ്റാൾ യോജിക്കുന്നുണ്ടാ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇനി നമുക്ക് മേൽക്കോയ്മയുണ്ടാ? എനിക്ക് മാത്രമായിട്ട് ഇപ്പോൾ മേൽക്കോയ്മയൊന്നുമില്ല ഇവിടെ. എന്റെ ഡ്രസ് സെയിം ആയില്ലേ കളറ്? അല്ല ആളുകൾ ഞാൻ മറ്റേന്ന് വിട്ടു പോന്നില്ല ചേട്ടാ. ഞാൻ വിട്ടു. ഫാനിടട്ടെ? മറ്റേ അത് ചെത്തി കഴിഞ്ഞിട്ട് മതി നിനക്ക്. ഈ പൈനാപ്പിള് അല്ല പൈനാപ്പിൾ കൈതച്ചക്ക. എന്താ പൈനാപ്പിൾ എന്ന് പറഞ്ഞപ്പോ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞു പിടിച്ചെന്നെ എന്നെ കൈതച്ചക്ക എന്നല്ല കൈതച്ചക്ക വാങ്ങിക്കാൻ പോകുന്നല്ല പറയാ, കഴുതച്ചക്ക വാങ്ങിക്കാൻ പോവാ. അമ്മ പറയാ കഴുതച്ചക്ക എന്നാ പറയാ. നമ്മുടെ അമ്മ പറയാ പാവം അമ്മേ പറയുന്നത് കഴുതച്ചക്ക വാങ്ങിക്കാൻ പോവാ. അല്ലാണ്ട് പൈനാപ്പിളെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ല അമ്മ പറയാ. ഇതിൻ്റെ ഉള്ളിലത്തെ മറ്റേ ഇത് കളയണ ഒരു പരിപാടി ഇതിങ്ങനെ പ്ലക്ക് ചെയ്ത് എടുക്കണത്. ഇത് കണ്ടില്ല ഈ സാധനം കണ്ട? അത് കളയുന്ന വേണ്ടല്ലോ. കളയാം. അത് കളയാണെങ്കിൽ ഇതെങ്ങനെ കളയാം? അല്ല അതിനൊരു അതിന്റെ അത്രയ്ക്കും കനത്തിൽ ചെത്താണെങ്കിൽ കുറെ. അപ്പൊ ഇതിങ്ങനെ ഇങ്ങനെ കളയുന്നില്ല ആരും വെറുതെ. അതിനൊരു പാട്ടുണ്ട്. എനിക്കറിയില്ല, കേട്ടിട്ടുണ്ടാവും. അപ്പൊ ആദ്യം നമുക്ക് പൈനാപ്പിൾ അരിയണം. അപ്പൊ അതിന്റെ ഇതൊന്ന് വെടുപ്പാക്കി കൊടുക്കട്ടെ തരത്തിക്ക്. ചേട്ടാ പാചകം ചെയ്യുമ്പോഴേ ഞാൻ അടുത്ത് നിൽക്കില്ലേ, അത് ലാബില് പിള്ളേര് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ കെമിസ്ട്രി ലാബില് പിള്ളേരെ എക്സ്പെരിമെന്റ് ചെയ്യാൻ നിർത്തിയിട്ട് ടീച്ചർമാരെ അടുത്ത് നിൽക്കില്ലേ സൂപ്പർവൈസ് ചെയ്തിട്ട്, അതുപോലെ എന്റെ നിൽപ്പ് കാണുമ്പോ അങ്ങനെ തോന്നുന്നു. അങ്ങനെ ആളുകൾക്ക് എന്താ പറയാൻ പാടില്ലത്? കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഗുണമുള്ളൊരു കാര്യം പറയട്ടെ. പറ. ഒന്നുമില്ല, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാചകത്തിലേക്ക് അടക്കാം. കൊറേ കുത്തി സരിതയ്ക്ക് ഇതിന്റെ കൊറേ സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ചേട്ടാ. എല്ലാം പോയിട്ടില്ലെന്നില്ല, എന്നാലും കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. ഇതായിരിഞ്ഞോ? അയ്യോ ഇത് കുറച്ചും കൂടി ചെത്തി കളയാനുണ്ട് കേട്ടാ. നീ സെൻറ്റർ അരി ചെറിയ മൂക്കെനിക്ക് തിന്നാൻ വേണം. തരാലോ. കണ്ണാ മൂക്ക എന്നിട്ടൊക്കെ വേണേ എടുത്തോ. അയ്യോ ഇത് മുഴുവനോണ്ട് ഉണ്ടാക്കാം. ഞാൻ കഴിച്ചോളാന്ന്. ഇതാണ് മൂക്ക്. ചിലർക്ക് മൂക്ക് തിന്നു കഴിഞ്ഞാൽ ചൊണ്ടയല്ലേ തൊണ്ട ചൊറിച്ചിട്ട് വരും. ഓരോന്ന് പറയാനായിട്ട് എനിക്ക് വായിൽ ഓരോന്ന് വരുന്നുണ്ട്. പക്ഷെ ഞാൻ അതിനൊക്കെ വിഴുങ്ങുകയാണ് സുഹൃത്തുക്കളെ, വിഴുങ്ങുകയാണ്. നീ എന്തിനാ വീണത്? ഞാൻ വിഴുങ്ങണില്ലേ? അതിൻ്റെ കൂടെ ഇതും കൂടി വിഴുങ്ങിക്കോ. സിമ്പിൾ പരിപാടിയാ. എന്ത് അറിയുന്നത്? അത് ശരിയാ, തൊലിച്ചെത്തലും. ചിലത് കൊറ്റനാവണ്ട കൊറ്റനാവണ്ട ചിലത്. ചട്ടിയിലാണോ വയ്ക്കണേ? ആ
അതെ ആ ഒരു കഷ്ടം. നമ്മുടെ ഇവൻ ഉണങ്ങി വരാം. പുതിയൊരെണ്ണം വാങ്ങിച്ചു കൊണ്ട് വയ്ക്കണം. മാംഗോസ്റ്റിൻ തന്നെ വെക്കാൻ പോണേ. ആ പെട്ടെന്ന് തണലാവണം എന്തെങ്കിലും വെച്ചാൽ പോരെ. അബിയോ വെച്ചാൽ മതിയാ. അബിയാകുമ്പോൾ നമുക്ക് പേടിക്കണ്ട, നല്ല തണലായിട്ട് വരും. അല്ലെങ്കിൽ എന്തുട്ടാ പേടിക്കണേ? എന്തിനാ പേടിക്കണേ? ആ? എന്തിനാ പേടിക്കണേ? പേടിക്കണതൊന്നുമില്ല. എന്തിനാ പേടിക്കുന്നത്? ആ അതാ ഞാൻ ചെയ്യണേ. അബിയോ അല്ലാതെ ഉണക്കം വരില്ലെന്ന്. അബിയോ ഏത് കാലാവസ്ഥയും അതിജീവിക്കുന്ന സാധനമാണ്. ഇന്നാളിപ്പോൾ ഒരാൾ എഴുതണ ഇതാണ്, വീട്ടിൽ വേണ്ട കുറച്ച് ഫ്രൂട്ട്സുള്ള കാര്യം പറയുന്നത്. 5 ഫ്രൂട്ട്സ്. ഞാനൊരു കാര്യം പറയാം, കേക്കോ ഞാൻ പറഞ്ഞത്? ആ കടപ്പളാവ് വയ്ക്കാം. എന്തോന്ന് വേണ്ട. അതല്ലേ കടപ്ലാവ് എല്ലാവരും വെക്കൂ. എന്തേ പിന്നെ വെക്കാണ്ട്? കടപ്ലാവ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സാധനം ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ അറ്റം വരെ ഈ സാധനം വലുതാവും. അതുകൊണ്ടാണ് കടപ്ലാവ് വയ്ക്കാത്ത ആളുകൾ. അല്ലാണ്ട് കടം കൂടുന്നു വിചാരിച്ചിട്ടുള്ള കടപ്ലാവ് വയ്ക്കാത്തത്. കടപ്ലാവ് വയ്ക്കാത്തതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താ മെയിൻ പോരായ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കടപ്ലാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൻ വൃക്ഷാവണ സാധനമാണ്. പെട്ടെന്ന് നമ്മുടെ ഈ സ്ഥലത്തിന് കവർ ചെയ്യും. അപ്പോൾ വേറെ ഒന്നും വയ്ക്കാൻ പറ്റില്ല. മനസ്സിലായേ? എന്താ മേച്ചേരി പറമ്പിൽ ഇവിടെ കടപ്ലാവ് കൊണ്ട് വാണ്ടാൻ ലോകം മുഴുവനത് പെട്ടിയൊരു അവിടെ ഒന്നും ഇല്ലല്ലോ. പണ്ടുണ്ടായിരുന്നു. ആരാ പറഞ്ഞത്? നമ്മള് വീട് പണിയണ സമയത്ത് ഉണ്ടായിരുന്നു അവിടെ. ഒരു 15 സെന്റ് സ്ഥലത്തുണ്ട് അത്. സജീവന്റെ വീട്ടിലുണ്ടായിരുന്നു അല്ലേ? എന്നിട്ട് സജീവൻ വെട്ടിയില്ലേ അത്? അത് സ്ഥലത്തിന് അപകരിക്കുന്ന സാധനമാണ്. നിനക്ക് കടച്ചക്ക വേണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, നമുക്ക് മായില്ലാണ്ട് കിട്ടുന്ന സാധനമാണ് കടച്ചക്ക. ഞാൻ ഇന്ന് വരെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് സരിതിക്ക്. ഒരിക്കലും അത് മരുന്നടിക്കുക വിഷമടിക്കുക എന്ന പരിപാടിയൊന്നും ചെയ്യില്ല. കിട്ടുന്നത് പൊട്ടിച്ചു കൊണ്ടിരുന്ന സാധനമാണ്. അപ്പോൾ അത് നമുക്ക് ഈ കടപ്പിലാവ് വയ്ക്കുന്നതിന് പകരം ഒരു 50 രൂപയുള്ളോ ഇന്നിപ്പോൾ വാങ്ങിച്ചത്. അത്യാവശ്യം വലിപ്പമുള്ള കടച്ചക്കീന് വാങ്ങിച്ചു കൊണ്ടത്. അത് വാങ്ങിച്ചത് നല്ലത്. അതിന് വേണ്ടിയിട്ട് ഒരു കടപ്പിലാവ് വയ്ക്കേണ്ട ഒരു ആവശ്യമില്ലാന്ന്. അതിൽ നല്ല വില ഫ്രൂട്ട്സ് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് ഒന്നും ഇവിടെ എന്തല്ല ന്യായീകരണം നിരത്തിയല്ലേ. അപ്പം നമ്മൾ ചേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ ഒന്നും പറയില്ല തിരിച്ച്. എല്ലാം ചേട്ടൻ്റെ ഇഷ്ടം. ഇത് നിങ്ങൾ പറയേ, കടപ്പിലാവ് വയ്ക്കുന്നത് നല്ലതാണോ? നല്ലതാണോ പൊട്ടാണോ? അല്ല നല്ലതല്ലെങ്കിൽ വെക്കണ്ട. അല്ല ഇതുകൊണ്ടാണെന്ന്. കടപ്പിലാവ് നമുക്ക് 2-3 കടച്ചക്ക കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കടപ്പിലാവ് ഇവിടെ വയ്ക്കുന്നത്. നല്ല വെയിലുള്ള സ്ഥലമാണ്. അപ്പൊ വെയില് നല്ലോണം ആവശ്യമുള്ള ഒരു സാധനം. അടിപൊളിയിട്ടുണ്ടാവും. അബിയു ഇപ്പൊ 3-4 ഉണ്ടല്ലോ. ഇല്ലാത്തത് എന്തെല്ലാം വെക്കി. എന്നിട്ട് അച്ചാച്ചെറുവ അങ്ങനത്തെ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ വലുതാവില്ല. നമുക്ക് ആവശ്യമുള്ള അറിയില്ല. ഞാവൽപ്പഴം വെച്ചാലോ? ഞാവല് മറ്റേ ഹൈബ്രിഡ് കിട്ടുമെന്ന് അറിയില്ല എനിക്ക്. നോക്കിയൊക്കെ അവിടെ പോയിട്ട് ചോദിക്കുക. അതിലൊക്കെ ഉണ്ടാവുക. അതായി അപ്പൊ ഇത് ഇടാനായിട്ടുള്ള ചട്ടിയിരിക്കല്ലേ എന്നിട്ട് ഇത് അടിച്ചു പകുതി മിക്സിയിൽ അരക്കണ. അതെ 5 മരങ്ങൾ എന്ന് പറഞ്ഞത് എന്തൊക്കെയാണെന്നറിയോ സരിത? എവിടെ 5 മരം? അല്ല ഒരു വീട്ടില് 5 മരങ്ങളുടെ സ്ഥലം ഉണ്ടെങ്കിൽ അത്യാവശ്യം വെക്കാവുന്നത് നമുക്കുള്ള സാധനങ്ങൾ ഒരാൾ പറഞ്ഞതേ. ഒരു പ്ലാവ് എന്ന് പറയുമ്പോൾ വീറ്റ്നാറിലെ അല്ലെങ്കിൽ J33 എന്തുട്ടായാലും മതി. പിന്നെ ഒരു റംബുട്ടാൻ, ഒരു അബിയു, ഒരു മാങ്കോസ്റ്റി, ഒരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാവല്ല, ഇത് കോട്ടുകോണം മാവല്ലേ? ആ മാങ്ങ അത് വേണ്ട. ആ മാങ്ങ ഭയങ്കര ടേസ്റ്റാണ്. ടേസ്റ്റ് മാത്രമല്ല അതിൽ പുഴുക്കള് കുത്തില്ലാന്ന്, തൊലിക്ക് ഭയങ്കര കനാന്ന്. നമ്മുടെ വീട്ടിലില്ലേ കൂട്ട് പോകണം. പിന്നെ രണ്ടെണ്ണം ഉണ്ടായി. എന്തൊരു ടേസ്റ്റാ ഇതിന്. നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ ഇതൊക്കെ ഉണ്ട്. അല്ല അത് ഓരോന്നല്ലേ, ഒരെണ്ണല്ല അതിലധികം വെച്ചിട്ടുണ്ട്. അപ്പൊ ഇല്ലാത്ത സാധനം വെക്കാലോ നമുക്ക് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതുണ്ടാവണ്ടേ? ഉണ്ടാവണ്ടേ എന്ന് പറഞ്ഞ വെച്ച് നോക്കിയാലല്ലേ ഉണ്ടാവില്ല. വെക്കണ സാധനേ വെച്ച് നോക്കിയാലല്ലേ അറിയൂ ഉണ്ടാവോ ഉണ്ടാവില്ലേന്ന്. ഞാവലിന്റെ നമുക്ക് ഉണ്ടായി നിക്കണത് ഉണ്ടെങ്കിൽ വാങ്ങിക്കാം. ഹൈബ്രിഡ് അത് കമന്റുകൾ നോക്കിയാലേ അറിയില്ലോ. കമന്റുകൾ നോക്കണം, യൂട്യൂബിൽ നോക്കി നോക്കാം ഞാവലിൻ്റെ ഇത്. എന്നിട്ട് കമന്റുകൾ നോക്കാം. അപ്പോൾ ആളുകൾ ഈ കമന്റുകൾ ചെയ്യണവർ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. കുറേ കമന്റുകൾ നോക്കി കഴിഞ്ഞാലേ ആളുകളത് വെച്ചിട്ട് വീട്ടിലുണ്ടായോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് അറിയാൻ പറ്റും. അല്ലെങ്കിൽ അറിയില്ല.
നമ്മൾ വാങ്ങിച്ചു കൊണ്ടിരിക്കും. നമ്മളിത് അതാവുമ്പോ തണല് കിട്ടും, നമുക്ക് ഉണ്ടാവും ചെയ്യും, തണലും കിട്ടും ഞാവലാവുമ്പോ. നോക്കിയോക്കാം. ഞാവൽ വയ്ക്കാൻ പറ്റിയ സ്ഥലം. അപ്പൊ നിന്റെ അഭിപ്രായത്തിന് മാനം കൊടുത്തില്ലേ? മാനല്ല, എന്താ പറയാ, അഭിപ്രായത്തിന് മുൻഗണന കൊടുത്തു. ഞാവൽ വയ്ക്കാം. ഞാവൽ കിട്ടുമോ നോക്കട്ടെ. തൈ എന്നിട്ട് വയ്ക്കാൻ പറ്റില്ല. അല്ലാണ്ട് അരിഞ്ഞു കഴിഞ്ഞേന്നേ നമ്മളേ അടുപ്പത്ത് വയ്ക്കണേനേക്കാളും മുന്നേ കുറച്ച് എടുത്തിട്ട് അരച്ചിട്ട് വരാം, ഒരു കട്ടി കിട്ടാനായിട്ട്. ഇതുപോലെ അരച്ചിട്ട് കൊണ്ടുവരാം. അരച്ചുകൊണ്ടുവരാട്ടാ. ബാക്കിയുള്ളതിലേക്ക് കുറച്ച് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, വേപ്പില, വെള്ളം മതി. രണ്ട് പച്ചമുളക് കയറിയിട്ടുണ്ട് കേട്ടാ. നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. മൂടി വയ്ക്കുന്നു. തുറന്നു അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. വടിച്ചിട്ടുണ്ടോ? ഇനി ഇതിലേക്കുള്ള അരപ്പ്, അതിന് വേണ്ടിയിട്ട് കുറച്ച് നാളികേരം, പച്ചമുളക്, ഒരു ലേശം നല്ല ജീരകം, ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചുകൊണ്ടുവരാം. മോരൊഴിക്കണം. അയ്യോ, ഞാൻ മോരൂടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. വെള്ളം ഞാൻ അടിച്ചു ഇത്തിരി, അപ്പോഴാ ഓർമ്മ വന്നേ. തൈര് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇവിടെ. പക്ഷേ തൈര് ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. വെള്ളം തൈര് ഒഴിക്കുന്നു. പലരും ഇപ്പൊ കമന്റ് ഇടാൻ തുടങ്ങിയിട്ടുണ്ടാവും, ടൈപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. പുളിശ്ശേരിയിൽ എന്താ മോരൊഴിക്കില്ലേ? തുടച്ചൊഴിച്ചില്ലേ? അല്ലെങ്കിൽ ആ പാത്രം കൂടെ തന്നോ? ഇപ്പൊ വെള്ളം കൂടുവോ? വെള്ളം ഒഴിച്ചില്ലേ? ഇല്ല, കൂടില്ല. അത് പറ്റിക്കാം നമുക്ക്. വീണ്ടും ഒരബദ്ധം. അബദ്ധം ഒന്നും പറയാൻ പറ്റില്ല. അല്ലേ, എങ്ങനെ നമ്മൾ ഒഴിക്കും. അല്ല, അതായിരിക്കും ഒഴിക്കണമെന്നില്ല, ഇതിലൊഴിച്ചാലും മതിയായിരുന്നു. അല്ല, ഇത് കട്ടകളായിട്ട് എടുക്കല്ലേ? കട്ടകളില്ല തൈരില്. ഇനി വല്ലതും അരയ്ക്കാനുണ്ടാ തോർത്ത്? ഒന്നും അറിയാത്ത പോലെ പെട്ടെന്ന് തന്നെ ചിന്തകളിൽ നിന്ന് ഞാൻ എവിടേക്കോ പോയി മറഞ്ഞു. നന്നായി തളച്ചു തുടങ്ങിട്ടാ. ചേട്ടൻ വന്നേ പിന്നെ എനിക്ക് സുഖം. അല്ലെങ്കിൽ ഈ പണി മുഴുവൻ ഞാനാ ചെയ്തോണ്ടിരുന്നത്. ചേട്ടന് പഴഞ്ചോറ് കിട്ടിയോ? നീ വിചാരിക്കുന്നത് പോലെയുള്ള ആ പോപ്പി ഒന്നുമല്ല ഞാൻ. അയ്യോ, ചേട്ടൻ ദേഷ്യപ്പെടാൻ മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. മുൻകോപക്കാരെ എനിക്ക് ഇഷ്ടമാ. അവരുടെ ഉള്ളിൽ സ്നേഹം കാണും. ചേട്ടൻ ആരെങ്കിലും ലവ് ചെയ്തിട്ടുണ്ടോ? എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. മാസം 1000-ലേറെ ശമ്പളം വാങ്ങുന്നവനാ ഞാൻ. 1000 രൂപയോ? നോണ പറയാതെ എന്റെ ചേട്ടാ. മാസത്തിൽ 40 രൂപയാ ചേട്ടന്റെ ശമ്പളം എന്ന് വലിയ തള്ള പറഞ്ഞു. എന്തുവാ ഇവിടെ രണ്ടാളും കൂടി? എനിക്ക് ചീത്ത പേരുണ്ടാക്കി വെക്കുവോ? എന്തിനായിരുന്നു ഈ തോർത്ത് കൊണ്ടുവന്നതെന്ന് ഇപ്പൊ മനസ്സിലായി കാണും അല്ലോ. ഞങ്ങള് സിനിമകളെ പറ്റിയിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കാണുമ്പോഴേ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സിനിമകളിൽ ഒന്നാണ് ഈ പട്ടണപ്രവേശം. ഇതിലത്തെ എല്ലാ ഡയലോഗും ഒരുവിധമൊക്കെ കാണാപ്പാടാണ്. ഞങ്ങൾക്ക് ഭയങ്കര എനിക്ക് ആ സീരീസിൽ 3 എണ്ണല്ലേ, നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം, അക്കരെ അക്കരെ. പട്ടണപ്രവേശം ഏറ്റവും ഇഷ്ടം. അക്കരെ 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 കുറെ കൊളാക്കിയ പോലെ തോന്നി. നാടോടിക്കാറ്റ് കാണുമ്പോ വിഷമം തോന്നും. മോഹൻലാൽ ഇപ്പൊ കാണുമ്പോ രസാണ്. അന്ന് കാണുമ്പോ അതൊന്നുമല്ല. അന്ന് അതിനേക്കാളും വളരെയധികം തമാശകളുള്ള സിനിമകൾ ഉണ്ടായിരുന്നു, ഇഷ്ടം പോയിട്ടുണ്ട്. അപ്പൊ അക്കരെ മുങ്ങിപ്പോയി അതൊക്കെ, ആ തമാശക സിനിമകളിലൊക്കെ. ഞാൻ ഒരു തെറ്റി പറഞ്ഞ അക്കരൊക്കെ ചിരിക്കില്ല ചേച്ചതായിരുന്നു. അല്ല, ഇപ്പഴായാലും എനിക്കത് വലിയ ഇഷ്ടമില്ല. എനിക്ക് പട്ടണപ്രവേശം തന്നെ ഇഷ്ടം. എനിക്ക് ബ്ലഡ് എടുക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള സീനയിലത്തെ ഏതെന്നറിയോ? ആ റെസ്റ്റോറന്റിൽ പോയിട്ട് മോഹൻലാല് ബാക്കിന്ന്
കുത്തിയിരിക്കണത് അല്ലേ? സിറിഞ്ച് ഇങ്ങനെ കുത്തിയിട്ട് മോഹൻലാൽ മുഖണ്ട് ഇങ്ങനെ ഇത്ര ഈസി ആയിരുന്നു സൂചി കാണാല്ലേ സ്പോഞ്ച് കുത്തിയിട്ടില്ലേ? മ്യൂസിക്കും അല്ലേ? അടിപൊളി. ഒരു സെക്കൻഡ് കേട്ടാ നോക്കിയാ ചാറ് പറ്റി തുടങ്ങിട്ടാ. അപ്പൊ അത് വെന്ത് കഴിഞ്ഞ് നമുക്ക് മധുരം ചേർക്കണം. നാളികേരം ചേർക്കണം. മധുരം ചേർത്ത് നാളികേരം ചേർത്താൽ മതി. അതെന്താ നാളികേരം ചേർത്തിട്ട് മധുരം അയ്യോ ഒന്നുമില്ല. എത്ര വിചാരിച്ചാലും മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ. വെന്തൂട്ടാ നോക്കിയേ. വെന്തു. ശർക്കര കഷ്ണം ചേർത്തിട്ട നമ്മളൊരു കഷ്ണം ശർക്കര ചേർക്കണോട്ടെ. നാളെയാ ശർക്കര നലിയിട്ടെ. മധുരം പോരാ എന്തോ ഉണ്ട്. സ്വല്പം നേരം കൂടി മൂടി കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂട്ടി ചേർക്കാം. അല്ല അത് മധുരണ്ട്, കറി ഇപ്പൊ തന്നെ മധുരണ്ട്. ഈ വക സാധനങ്ങളൊക്കെ ചേർക്കുമല്ലോ. അല്ല നമ്മളുടെ വീട്ടിലുണ്ടാവണ പൈനാപ്പിളാണ് പുളി ഭയങ്കര കൂടുതലായിരിക്കും. പുളി ഭയങ്കര കൂടുതൽ. ഇതിന് മധുര. ഇത് ചെറിയൊരു കഷ്ണം ശർക്കരയിൽ ചേർത്തിട്ടുള്ളൂ. പൈനാപ്പിൾ ഓൾറെഡി മധുരം ഉള്ളതാണ്. സാധാരണ ഇതൊന്നല്ല. വലിയ കഷ്ണം വലിയ ജൈന്റ് ഒക്കെ ചേർക്കുമ്പോൾ നന്നായി മധുരം ചേർക്കുന്നുണ്ട്. പഞ്ചസാര എല്ലാവരും ഒരുവിധം പേരൊക്കെ പഞ്ചസാര. അതിപ്പോ നമുക്ക് ഏത് ഇഷ്ടമുള്ളത് ചേർക്കാട്ടാ. കയ്യിൽ കിട്ടിയത് ചേർക്കാം. മധുരം വേണമെന്ന് മാത്രമല്ല ഒത്തിരി. ശരി, അത് അരച്ചു വന്നിട്ട് ഈ അരപ്പ് അരി ചേർക്കണം കേട്ടോ. സാധനം അടിപൊളി. അതൊന്ന് കഴുകിയിട്ട് ഇത്തിരി വെള്ളം കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. നീ മൂടിയുണ്ടോ തരുതേ? തിളക്കട്ടെ, നന്നായിട്ടും തിളക്കട്ടെ. കുറച്ചുണ്ട്. ഉപ്പ് കുറവാണ്, അതുകൊണ്ട് ഉപ്പ് ചേർത്തു. മധുരം, പുളി, ഉപ്പ് എല്ലാം നോക്കി പോയി. മധുരണ്ട്. പിന്നെ ഒന്നും വേണ്ടല്ലോ. ഉപ്പ് വേണമെങ്കിൽ പുളി മധുരമൊക്കെ ഉണ്ട്, എരിവുണ്ട്. മതി. തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാച്ചാം. കൈപുള്ളി വേറെ ഒന്നുമല്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് പൈനാപ്പിൾ കഷ്ണത്തില്ലേ. അടപ്പത്തുനിന്ന് തിളച്ചോണ്ടിരിക്കുന്ന സാധനം കോരി കൈമിലേക്ക് ഇട്ടിട്ട് പൊള്ളി എന്ന് പറയുകയാണെങ്കിൽ എന്തെന്നാ പറയാ? ഇത് ഇന്നെന്തെങ്കിലും തുടങ്ങിയതല്ല, ഈ ചാനൽ തുടങ്ങി അന്ന് തുടങ്ങിയതാ. എന്നിട്ട് പറയാം ചൂട് ചൂട് ചൂട്. ഭയങ്കര ചൂടുണ്ടായിരുന്നു അല്ലേ? ഞാൻ അറിഞ്ഞില്ല. ഞാൻ എന്തിനാ ഇതൊക്കെ പറയണേ? ഇന്ന് ഇങ്ങനത്തെ ഒന്നും പറയില്ല ഞാൻ വിചാരിച്ചായിരുന്നു. സോറി, കട്ട് ഇറ്റ്. നമ്മുടെ കൂട്ടാൻ്റെ തിളച്ച് ഇങ്ങനെ അതല്ല, അത്യാവശ്യം നല്ല ഭംഗിയുള്ള കൂട്ടാനായി മാറി. നല്ല കട്ടിയായിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടില്ല, നല്ല നമുക്ക് ആവശ്യത്തിൻ്റെ കട്ടിയായി. അപ്പോൾ നമുക്കിത് ഇറക്കിയിട്ട് കാച്ചാം. ഇവിടേക്ക് ഇറക്കി വെച്ചു നമ്മുടെ പാത്രം. അടുത്തതായി കാച്ചാനായിട്ട് കാച്ചാൻ പോവാട്ടാ. വെളിച്ചെണ്ണ ഒഴിക്കുന്നു. മതി. ഇതിപ്പോൾ ഓണ സാധനങ്ങൾ ഉണ്ടാക്കുന്ന കാരണേ നമുക്ക് എന്താ പറയുക, ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ നമ്മുടെ പ്രേക്ഷകർ പറഞ്ഞു ഓണത്തിൻ്റെ കണ്ടാലും കണ്ടില്ല ഓണത്തിൻ്റെ ഇതിൽ നിങ്ങൾ ചെയ്യണം. വെളിച്ചെണ്ണ ചൂടായിട്ടില്ല. ഓണത്തിന് ഒരു കൊല്ലം നമ്മളോട് പറഞ്ഞത് 10 ദിവസം 10 തരം പായസം ഇടണം എന്ന് പറഞ്ഞിട്ട് നമ്മളത് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അത് അമ്മയുള്ളപ്പോഴത് വീഡിയോ ചെയ്തിട്ടുള്ളത് 4 കൊല്ലം മുമ്പല്ലേ, 5 കൊല്ലം മുമ്പ്. നമ്മളേതാ പായസം ഇടാൻ പോണേ? പായസം ഇടിച്ചു പിഴിഞ്ഞ പായസം എന്നല്ലേ പറഞ്ഞു. ചൂടായി കണ്ടറിയാം. മിളകിടുന്നു. കാച്ചാൻ പറഞ്ഞിട്ട് നോക്ക്. ഞാൻ കാച്ചാന്ന് പറഞ്ഞ നീ നോക്കി താളം ചവിട്ടി നിൽക്കുമ്പോഴേക്കും സാധനം കരിയും. ചേട്ടനല്ലേ പറഞ്ഞേ വെളിച്ചെണ്ണ ആയിട്ടില്ലേന്ന്, കടുകിടാൻ വരട്ടേന്ന് പറഞ്ഞിട്ടല്ലേ. നല്ല മനോഹരമായി കൂട്ടാനായി മാറിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനാണ് ടേസ്റ്റ് ചെയ്യാനായിട്ട് മുന്നിൽ വന്നേക്കണേ. ശരിക്കും എല്ലാ കൂട്ടാനും കാച്ചി കഴിഞ്ഞാൽ കുറച്ച് സമയം അടച്ചു വെക്കണം അല്ലേ? അതിൻ്റെ മണം അങ്ങനെ കിട്ടാൻ വേണ്ടി. ചോറുണ്ണണില്ല ചേട്ടാ ഞാൻ. എനിക്കിത് കൂട്ടി ചോറുണ്ണാൻ അങ്ങനെ അത്ര ഇഷ്ടമൊന്നുമില്ല. ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ ഇഷ്ടം. ചൂടാറട്ടെ. എനിക്ക് അത്ര ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടാനൊന്നുമല്ല കേട്ടോ. ചൂടാറട്ടെ. വെറുതെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ.
ചൂടാറിയാ ഇതിന് ചെയ്യാം. ഇതിൽ പെട്ടെന്ന് ചൂടാറാം. ചീല് പാത്രത്തിൽ ചൂടാറില്ല. അതല്ല, അത് കൂടുതലുണ്ട്. അതാ നല്ല രസമുണ്ട് കേട്ടാ. മധുരം ഉപ്പുണ്ടാ? ഉപ്പ് ഞാൻ പിന്നെ നോക്കിയില്ല. ഇത് മതി കറക്റ്റ്. പുളി അടിപൊളി, നല്ല പുളി. നല്ല പുളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിപ്പിക്കുന്ന പുളിയല്ല. പാകത്തിന് മധുരം വേണേ കുറച്ചുകൂടി ആവാം. അപ്പോൾ നമുക്ക് നിർത്താം കേട്ടാ. ഞാൻ ചോറ് കൂട്ടിയൊന്നുമില്ല ചേട്ടാ. അടിപൊളി സാധനം കേട്ടാ. എന്നിട്ട് ഞാൻ ഇങ്ങനെ വെച്ച് നോക്കട്ടെ. സാമ്പാർ വെച്ചാണ്. സാമ്പാർ കൂടി ചോറിനല്ലേ. അപ്പം ഇനി നാളത്തെ പൂക്കളായിട്ട് നമുക്ക് കാണാം കേട്ടാ.